ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് 10000 mAh സോളാർ പവർ ബാങ്കാണ്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ചും അതുപോലെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചും റീചാർജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് എളുപ്പത്തിന് ഞാനിപ്പോൾ സാമ്പിളായിട്ട് ചെറിയൊരു സോളാർ പാനലാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക, താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്. സോളാർ പാനലിൻ്റെ ഔട്ട് ചാർജിങ് മൊഡ്യൂളിൻ്റെ ഇന്നിൽ കണക്ട് ചെയ്യുന്നു, ചാർജിങ് മൊഡ്യൂളിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നു, ബാറ്ററിയിൽ നിന്നും പവർ ബാങ്ക് മൊഡ്യൂളിലേക്കും കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മൊത്തത്തിലുള്ള കണക്ഷൻസ്. വളരെ എളുപ്പം, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പല വീഡിയോസിലും വന്നിരുന്നൊരു കമൻറ്റായിരുന്നു സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാമോയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താമസം വരാനുള്ള കാരണം ഇതിന് കറക്റ്റായിട്ടുള്ള ബോർഡുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോളാർ പാനൽ, ചാർജിങ് മൊഡ്യൂൾ, പവർ ബാങ്ക് മൊഡ്യൂൾ, ലിഥിയം ബാറ്ററി. ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സോളാർ പാനലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു പ്ലെയിൻ ഷീറ്റിൽ ഒട്ടിച്ചെടുക്കാൻ പോവാണ്, കാണിച്ചു തരാൻ എളുപ്പത്തിനായിട്ട്. അതായത് ഈ ഒരു സെറ്റപ്പിൽ. അപ്പോൾ നമുക്ക് വലിയ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കാനായിട്ടാണ് ഇവിടെ ചെറിയൊരു പാനൽ എടുത്തേക്കുന്നത്. ഈ ഒരു സോളാർ പാനൽ 5 വോൾട്ട് 100 mAh's. അപ്പോൾ ഇതുപോലുള്ള ചെറിയൊരു സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഒരു പവർ ബാങ്ക് ഒന്നും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 സെല്ലുകളാണ്. 3.6 വോൾട്ട് 5000 mAh 2 സെല്ലുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ 2 സെല്ലുകൾ കൂടുമ്പോൾ 10000 mAh ആയി. അതുപോലെ നമ്മൾ ഇത്രയും നാളും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ചെറിയ ലിഥിയം ബാറ്ററിയാണ് 18650 ഈ ഒരു സീരീസിൽ പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ലിഥിയം ബാറ്ററി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബാറ്ററി വേണ്ടി വരും കപ്പാസിറ്റി കൂടിയ പവർ ബാങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ സെല്ലുകളൊക്കെ ആകുമ്പോൾ ഒരു സെല്ല് 2000 mAh കാണുള്ളൂ. അതുപോലെ ഈ 5000 mAh ബാറ്ററിയും 2000 mAh ബാറ്ററി ഇത് രണ്ടും തമ്മിലുള്ള വില വ്യത്യാസം വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. 2000 mAh ഒരു ബാറ്ററിക്ക് 107 രൂപയും 5000 mAh ഒരു ബാറ്ററിക്ക് 200 രൂപയാണ്. പിന്നെ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി മേടിക്കുന്ന സമയത്ത് WH വാട്ട് ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഇത് 80 രൂപയുള്ള ബാറ്ററികളെ കിട്ടും. അപ്പോൾ അതിലൊന്നും WH വാട്ട് ഹവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ MAH കൂടിയ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കുമ്പം ഒരുപാട് ബാറ്ററി ഉപയോഗിക്കേണ്ട. ഇതേപോലെ 2 ബാറ്ററി ഉപയോഗിക്കുമ്പോൾ 10000 mAh ആയി. ഇനി വീണ്ടും കൂടുതൽ കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്താൽ മതി. ഇതേപോലെ 4 ബാറ്ററി ആയിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20000 mAh പവർ ബാങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ടൈപ്പ് സെല്ല് ഞാനിവിടെ 200 രൂപയ്ക്ക് മേടിച്ചത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. ആർക്കെങ്കിലും കൊറിയറായിട്ട് ഈ ഒരു ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. അതുപോലെ പവർ ബാങ്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ബാറ്ററി ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ബാറ്ററിയും പുതിയത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പുതിയ ബാറ്ററിയുടെ കൂടെ പഴയ ബാറ്ററി കൂടെ മിക്സ് ചെയ്തുണ്ടാക്കരുത്. അതുപോലെ എല്ലാ ബാറ്ററിയും ഒരേ MAH ഉള്ള ബാറ്ററി ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള സെല്ലുകൾ ഉപയോഗിച്ച് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ച് പവർ ബാങ്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇങ്ങനെ ഒരു ചാർജിങ് മൊഡ്യൂൾ ആവശ്യമുണ്ട്. ഈ ഒരു ടൈപ്പ് ചാർജിങ് മൊഡ്യൂൾ പറ്റില്ല. ഈ ഒരു ബോർഡാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ബോർഡ് എടുത്തേക്കുന്നത്. ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ഞാനിവിടെ 13 രൂപയ്ക്ക് ക്വാൺസ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഞാനിവിടെ 5000 mAh 2 ബാറ്ററി കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കിയിരുന്നു. ഈ ഒരു ബോർഡിന് കുഴപ്പമില്ല. 2ൽ കൂടുതൽ ബാറ്ററി ഒരുമിച്ച് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ B+, B- ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഈ ഒരു മൊഡ്യൂളിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചും റീചാർജ് ചെയ്യാം. അതിനുള്ള മൈക്രോ USB ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് സോളാർ പാനൽ കണക്ട് ചെയ്ത് അങ്ങനെയും ചാർജ് ചെയ്യാൻ പറ്റും. 5 വോൾട്ടിൻ്റെ സോളാർ പാനലാണ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 2 ചാർജിങ് ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്, ഇത് വർക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം പവർ ബാങ്ക് മൊഡ്യൂളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൊഡ്യൂളുകളും പലതരത്തിലുള്ളത് കിട്ടും. ഈ കാണുന്ന ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഇത് ഞാനിവിടെ 22 രൂപയ്ക്ക് മേടിച്ചതാണ്. ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് മൊഡ്യൂളാണെങ്കിൽ 100 രൂപ. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് പവർ ബാങ്ക് മൊഡ്യൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് പവർ ബാങ്ക് മൊഡ്യൂളാണ്. ഇത് ഞാനിവിടെ 22 രൂപയ്ക്ക് മേടിച്ചതും ക്വാർട്സ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ B+, B- ഇതിലേക്ക് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു മൊഡ്യൂളിലും 2 ബാറ്ററി വരെയാണ് മാക്സിമം കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള പവർ ബാങ്ക് മൊഡ്യൂളിലൊന്നും നമുക്ക് സോളാർ പാനൽ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മൊഡ്യൂൾ കൂടി ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നത്. ഈ ഒരു മൊഡ്യൂളിലാകുമ്പോൾ നമുക്ക് വേറെ ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സോളാർ പാനലൊക്കെ ഇതിലേക്ക് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂൾ കിട്ടിയില്ല നമുക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പവർ ബാങ്ക് മൊഡ്യൂളിലുള്ള ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഇതിലേക്ക് നമുക്ക് മൊബൈൽ ചാർജർ കേബിൾ കട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പാനൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ചാർജിങ് മൊഡ്യൂളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയും വേണേൽ ഒപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഉണ്ടാക്കുമ്പം എത്ര ബാറ്ററിയാണ് എടുക്കുന്നത് ഇതെല്ലാം പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററിയുടെ പോസിറ്റീവ് എല്ലാം ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തും ബാറ്ററിയുടെ നെഗറ്റീവ് എല്ലാം ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തും. ഞാനിവിടെ 2 സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. 2 സെല്ലുകളുടെ പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സെല്ലുകളെ നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് ഇനി ഇതിന് നമ്മൾ 2 വയറോട് കണക്ട് ചെയ്യുവാണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും. ഈ 2 വയർ നമ്മൾ ചാർജിങ് മൊഡ്യൂളിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്ത് ഈ 2 വയർ ഇത് നമ്മൾ ചാർജിങ് മൊഡ്യൂളിലെ B+, B- ഇതിലേക്ക് 2ലേക്കുമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്.
ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് സോളാർ പാനലിൽ നിന്നുള്ള വയറാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സോളാർ പാനലിൽ നിന്നുള്ള വയർ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് നോക്കി ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂൾ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ പവർ ബാങ്ക് മൊഡ്യൂളിലെ ചാർജിങ് സോക്കറ്റിലേക്ക് മൊബൈൽ ചാർജർ കട്ട് ചെയ്ത് ആ ഒരു കേബിളിലേക്ക് സോളാർ പാനലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോളാർ പാനൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പം ഈ രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് സോളാർ പാനലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോളാർ പാനലിൽ നിന്നുള്ള വയർ ഇതുപോലെ ചാർജിങ് മൊഡ്യൂളിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാതെ മെയിലും ഫീമെയിലും സോക്കറ്റും പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമുക്കിത് ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഈ രീതി ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു സോളാർ പാനൽ ഇത് നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചാർജ് ആയിക്കോളും. അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് സോളാർ പാനൽ മാത്രമാണ് വെയിലത്ത് വെക്കാവുള്ളൂ. സോളാർ പാനലിൽ നിന്ന് കുറച്ച് നീളം കൂടി വയർ ഉപയോഗിച്ചാൽ മതി. വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ബാറ്ററി ചൂടായി കഴിയുമ്പോൾ ബാറ്ററിയും കംപ്ലൈൻറ്റ് ആവും വേഗം. അപ്പോൾ സോളാർ പാനൽ മാത്രം വെയിലത്ത് വെക്കുക. സോളാർ പാനലിൽ നിന്ന് കുറച്ച് നീളം കൂടി വയർ ഉപയോഗിച്ച് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് 2 വയർ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും പവർ ബാങ്ക് മൊഡ്യൂളിലെ B+ലേക്കും ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും പവർ ബാങ്ക് മൊഡ്യൂളിലെ B-ലേക്കും. അപ്പോൾ ബാറ്ററിയും പവർ ബാങ്ക് മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയർ ഒരുപാട് നീളത്തിലെടുക്കരുത്. അതുപോലെ തീരെ വണ്ണം കുറഞ്ഞ വയർ ഉപയോഗിക്കരുത്. അതുപോലെ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന വയർ അതും അത്യാവശ്യം വണ്ണം കൂടി വയർ തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിയിൽ സോൾഡർ ചെയ്യണതിൻ്റെ ശരിയായ രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പവർ ബാങ്ക് മൊഡ്യൂളിൽ ഞാനൊരു USB കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓണായി വരുന്നുണ്ട്. പവർ ബാങ്ക് മൊഡ്യൂളിലും ഒരു ഇൻഡിക്കേറ്ററെല്ലാം ഉണ്ട്. ഈ ഒരു ടൈപ്പ് പവർ ബാങ്ക് മൊഡ്യൂളാണെങ്കിൽ ഇതിനകത്ത് ഓൺ ഓഫ് സ്വിച്ചുകളൊന്നുമില്ല. ഇതിൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ബാങ്ക് മൊഡ്യൂൾ ഓണായി വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതുപോലെ നമ്മൾ ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പവർ ബാങ്കിൻ്റെ മൊഡ്യൂളും അതുപോലെ ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 ബോർഡ് വഴി നമുക്ക് ഇതിനകത്ത് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്കാണ് മൊബൈൽ ചാർജർ കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു പവർ ബാങ്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളിലെ ചാർജിങ് സോക്കറ്റിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ബാറ്ററി ചാർജ് ആയി കിട്ടും. ഇതിൽ ഈ ഒരു ചാർജ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ ഈ റെഡ് LED തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ്. ചാർജിങ് ടൈമിൽ റെഡ് LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട പാനൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് 10000 mAh ബാറ്ററിയാണ്. അതായത് 5000 mAh 2 ബാറ്ററി വീതം. അപ്പോൾ 10000 mAh കപ്പാസിറ്റിയുള്ള ഈ ഒരു ബാറ്ററി സോളാർ പാനൽ വഴി ചാർജ് ചെയ്യണമെങ്കിൽ 5 വോൾട്ടിൻ്റെ മിനിമം ഒരു 10 വാട്ട്സിൻ്റെ സോളാർ പാനലുകളൊക്കെ ഉപയോഗിച്ചാണ് പറ്റുള്ളൂ. ചെറിയ ഇങ്ങനെയുള്ള സോളാർ മൊഡ്യൂൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോടെയാണെങ്കിൽ ആരും ഇങ്ങനെയുള്ളത് ചെയ്ത് നോക്കണ്ട. ഇങ്ങനെയുള്ള ചെറിയ സോളാർ പാനലിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ ആംപിയറാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പാനലുകൊണ്ട് നമുക്ക് ഇതുപോലെ mAh കൂടിയ ബാറ്ററി ഒന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10000 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ 5 വോൾട്ടിൻ്റെ 10 വാട്ട്സ് മുതൽ 15 വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉപയോഗിക്കാം. ഈ കാണുന്ന 5 വോൾട്ട് 3 വാട്ട്സിൻ്റെ ഈ സോളാർ പാനലിന് ഓൺലൈനായിട്ട് 400 രൂപ അടുത്താണ്. ഇങ്ങനെയുള്ള സോളാർ പാനലിന് പൊതുവെ വില കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് 2-3 പാനലൊക്കെ മേടിച്ചെങ്കിലാണ് നമുക്ക് ഇതുള്ള പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പവർ ബാങ്കിലെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള പാനലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫോൺ ചാർജ് ചെയ്യാനും അതുപോലെ 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റുകളും അതുപോലെ ചെറിയ ഫാനുകളൊക്കെ വർക്ക് ചെയ്യാനെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പവർ ബാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ബാറ്ററി നോക്കി മേടിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പാനൽ കറക്റ്റായിട്ട് ബാറ്ററി ചാർജ് ആകാനുള്ള കപ്പാസിറ്റിയുള്ള പാനൽ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.